നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് മഹാനടൻ എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന അഭിനയ ചാതുരിയുള്ള ഒരു വലിയ നടൻ, തിരക്കഥാകൃത്ത്, സംവിധായകൻ എന്നീ നിലകളിലെല്ലാം പ്രശസ്തനായ ശ്രീ ശ്രീനിവാസൻ അന്തരിച്ചിരിക്കുന്നു. അദ്ദേഹത്തെ ഓർത്തുകൊണ്ട് നിരവധി പേർ സന്ദേശങ്ങളും അനുഭവങ്ങളും ഓർമ്മകളും എല്ലാം നിരത്തി പങ്കുവയ്ക്കുന്നത് ഓരോ ചാനലിലും പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ എൻ്റെ ഓർമ്മയിൽ തെളിയുന്നത് സമൂഹം എന്ന ചിത്രത്തിൻ്റെ ചിത്രീകരണം തിരുവനന്തപുരം ജവഹർ നഗറിലുള്ള ഒരു വീട്ടിൽ നടക്കുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ടും അവസാനമായിട്ടും അദ്ദേഹത്തെ കാണുന്നതും സംസാരിക്കുന്നതും. എൻ്റെ ഒരു സുഹൃത്ത് മുഖേന ആ ചിത്രത്തിൽ ഒരു വേഷം അഭിനയിക്കാനായി അവിടെ ചെല്ലുകയും അന്ന് മനോജ് കെ ജയനും ശ്രീനിവാസനും ഉള്ള കോമ്പിനേഷൻ ഷോട്ട്സ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ശ്രീ സത്യനന്ദിക്കാടാണ് സംവിധായകൻ. ശ്രീനിവാസനെക്കുറിച്ച് ഞാനൊരു എപ്പിസോഡിൽ അതിൻ്റെ വിശദാംശങ്ങളെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട് എൻ്റെ കൃഷ്ണശിലയായി എന്ന പരമ്പരയിൽ. വളരെ ദുഃഖം തോന്നിയ ചില നിമിഷങ്ങൾ അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുക എന്ന ഒരു തോന്നൽ കൊണ്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. അന്ന് വൈകുന്നേരത്തോളം അവിടെ നിന്നപ്പോൾ, എത്രയോ മണിക്കൂറുകൾ കാത്തു നിന്നപ്പോൾ, എന്നോട് ഒന്നും സംസാരിക്കാതെ നിന്ന ശ്രീ സത്യനന്ദിക്കാടിനോട് ശ്രീനിവാസൻ പറഞ്ഞൊരു ഡയലോഗുണ്ട്. അദ്ദേഹം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒന്നും കഴിക്കാതെ ഇവിടെ നിൽക്കുകയല്ലേ, സത്യൻ ഒന്ന് സംസാരിച്ചുകൂടെ നിങ്ങൾക്ക് എന്ന് പറഞ്ഞതുമായിട്ടുള്ള കുറച്ച് ഓർമ്മകൾ എൻ്റെ മനസ്സിൽ തങ്ങി നിൽപ്പുണ്ട്. അത് കഴിഞ്ഞ് അദ്ദേഹവുമായി സംസാരിച്ച് മടങ്ങുമ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് എൻ്റെ മനസ്സിൽ തോന്നിയ ചില ചിന്തകൾ, എത്രയോ ചിത്രങ്ങളിൽ അദ്ദേഹം മികവുറ്റ പ്രകടനം കാഴ്ചവെച്ചിരിക്കുന്നു. സന്മനസ്സുള്ളവർക്ക് സമാധാനം, വരവേൽപ്പ്, എത്ര ചിത്രങ്ങൾ എണ്ണിയാലൊടുങ്ങില്ല. ഒരു പ്രത്യേക തരത്തിലുള്ള പ്രത്യേക സ്റ്റൈലിലുള്ള അഭിനയ പാടവം. ഇന്ന് വലിയ കലാകാരന്മാർ എന്ന് ലോകമെമ്പാടും വിലയിരുത്തുന്ന ശ്രീ മോഹൻലാലിനോടും ശ്രീ മമ്മൂട്ടിയോടുമൊക്കെ അഭിനയിക്കുമ്പോഴും അഭിനയ രീതിയിൽ തന്നെ ഒരു പ്രത്യേകതയുള്ള ഒരു കലാകാരനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ സംവിധാന മികവും അദ്ദേഹത്തിൻ്റെ ഡയലോഗുകളും അദ്ദേഹത്തിൻ്റെ ചിത്രീകരണ രീതികളും, പൊന്മുട്ടയിടുന്ന താറാവ്, ചിന്താവിഷ്ടയായ ശ്യാമള, അങ്ങനെ അദ്ദേഹം ചെയ്ത ചിത്രങ്ങൾ നമ്മുടെ മനസ്സിൽ നിന്നും എങ്ങനെ മറക്കാനാകും. അതുപോലെ മിഥുനം എന്ന ചിത്രത്തിലെ, പ്രിയൻ്റെ ചിത്രത്തിലെ അഭിനയ മുഹൂർത്തങ്ങൾ മലയാള സിനിമയുടെ ചരിത്രം എഴുതുമ്പോൾ വെറുതെ പറഞ്ഞു പോകുന്നതല്ല. ശ്രീനിവാസനെക്കുറിച്ച് ഒരു അധ്യായം തന്നെ വേണ്ടി വരും എന്നാണ് എൻ്റെ നിഗമനം. നമ്മുടെ മനസ്സിൽ ദുഃഖം വ്യാപരിക്കുമ്പോൾ, അല്ലെങ്കിൽ ദുഃഖം തളം കെട്ടുമ്പോൾ, അതിനൊരു മരുന്ന് എന്താണെന്ന് ചിന്തിച്ചാൽ ഇദ്ദേഹത്തിൻ്റെ അഭിനയ മുഹൂർത്തങ്ങൾ, ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റിലേക്ക് ഇദ്ദേഹത്തിൻ്റെ അഭിനയം, കള്ളനില്ലാത്തപ്പോൾ കള്ളനെ പിടിച്ചു കൊടുക്കുന്നത് എങ്ങനെയാണെന്നുള്ള അദ്ദേഹത്തിൻ്റെ ആ പ്രകടനം, അതിലെ നിരവധി രംഗങ്ങൾ ഇത് പറയുമ്പോഴും എൻ്റെ മനസ്സിൽ ഓടിയെത്തുന്നു. അനശ്വരനായ ഒരു കലാകാരൻ. അദ്ദേഹത്തെ കുറിച്ച് ഓർക്കുമ്പോൾ
ഭാവഭേദങ്ങളൊന്നുമില്ല എന്ന് പറയാമെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മുടെ ആരോ ഒരാൾ എന്നൊരു തോന്നൽ സൃഷ്ടിച്ചുകൊണ്ടേയിരുന്നു അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ കാണുമ്പോൾ. ഈ ദേഹം പിടിഞ്ഞ് അദ്ദേഹം പോയെങ്കിലും സിനിമയുടെ ചരിത്രം കുറിക്കുന്നവർ, സിനിമയെ സ്നേഹിക്കുന്നവർ ആ അതുല്യ നടനെ ഒരിക്കലും മറക്കില്ല. ഞാനും മറക്കില്ല. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ടും ദുഃഖപൂരിതമായ ഒരു മനസ്സ്, അതിൽ നിന്നും ഉതിർന്നു വീഴുന്ന കണ്ണുനീർ തുള്ളികൾക്ക് എത്ര ആഴം കാണും എന്ന് എനിക്കറിയില്ല. എങ്കിലും ആ അനശ്വരനായ നടനെ കാണാനും സംസാരിക്കാനും അദ്ദേഹം ജീവിച്ച ഈ യുഗത്തിൽ തന്നെ എനിക്കും ജീവിക്കാൻ കഴിഞ്ഞതിൽ ഉള്ളിൽ സന്തോഷമുണ്ടെങ്കിലും ഈ ഒരു ദിനം ഓർക്കാതിരിക്കാൻ ഒരിക്കലും കഴിയില്ല. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.